ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പരിപാടി മഹത്തായ ഒരു ആശയമാണ്. നമ്മുടെ കലാലയങ്ങളിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിതമായ ഉപയോഗം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഒരു വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എൻ്റെ അനിയന്മാരുടെയോ മക്കളുടെയോ ഒക്കെ പ്രായമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വഴിതെറ്റിപ്പോകുമ്പോൾ എനിക്ക് വേദനിക്കും. മയക്കുമരുന്നും മദ്യവും നമുക്കൊരു താൽക്കാലികമായ സുഖം ചിലപ്പോൾ നൽകിയേക്കാം. പക്ഷെ അത് നമ്മുടെ തലച്ചോറിനെയും ബുദ്ധിയെയും നമ്മുടെ ചിന്താശക്തിയെയും നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ രാജ്യം മുഴുവൻ നിങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് നിങ്ങൾ മയങ്ങിക്കിടന്നാൽ ഈ രാജ്യ പുരോഗതി കാലാകാലത്തോളം മയങ്ങിപ്പോകും. അതുകൊണ്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, പൊന്നനിയന്മാരെ, പൊന്നു മക്കളെ, നിങ്ങൾ ആരെല്ലാം പ്രേരിപ്പിച്ചാലും, എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം തരത്തിൽ നിങ്ങൾക്ക് അതിനൊരു സുഖം കണ്ടെത്താമെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ പ്രേരിപ്പിച്ചാലും അങ്ങനെ ഒരു സുഖമില്ല. കാരണം നിങ്ങളുടെ ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ ഈ ലോകം അത്രയും സമയം നിങ്ങളുടെ കൺമുന്നിൽ നിന്നും മറഞ്ഞു പോവുകയാണ്. ഈ ലോകത്ത് നടക്കുന്ന ഇത്രയും മനോഹരമായ ഈ ഭൂമി, ഈ ലോകം, ഈ മനുഷ്യരെയൊക്കെ കാണാനുള്ള അത്രയും സമയമുള്ള നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങൾ മദ്യത്തിനോ ലഹരിക്കോ മയക്കുമരുന്നുകൾക്കോ അടിമപ്പെട്ട് മയങ്ങിക്കിടക്കുമ്പോൾ ലോകത്ത് സംഭവിക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറേ ഭാഗമാണ് നിങ്ങൾ ജീവിക്കാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതോടെ ഓർക്കുക. മയങ്ങിപ്പോകുന്ന ജീവിതങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കൊണ്ടുവരികയാണ്. അതിലൊരു നിമിഷം പോലും നമ്മൾ മയങ്ങിക്കിടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഇത് മാത്രമേ നിങ്ങളോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ക്ലീൻ ക്യാമ്പസ് കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ പരിപാടിയിൽ നമ്മുടെ ക്യാമ്പസുകൾ മാത്രം ക്ലീനായാൽ പോരാ. നമ്മുടെ പരിസരം, നമ്മൾ ജീവിച്ചു വരുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ വീട്, നമ്മുടെ പൊതുസ്ഥലങ്ങൾ, പൊതുനിരത്തുകൾ എല്ലാം വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കെല്ലാവർക്കും, ഓരോരുത്തർക്കും, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിനുണ്ട്. വളരെ സങ്കടകരമായ ഒരവസ്ഥ എനിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് അപേക്ഷിക്കാനുള്ളത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പൗരബോധം, പൗരൻ്റെ കടമ, സിവിക് സെൻസ്, സിവിക് ഒബ്ലിഗേഷൻസ് ഒക്കെ എന്നൊരു പാഠമുണ്ടായിരുന്നു. നമ്മൾ പരിഷ്കരിച്ച് അങ്ങനൊരു പാഠം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കും. അങ്ങനെ ഒരു പാഠം തിരിച്ചു കൊണ്ടുവരികയും നമ്മുടെ കുട്ടികളിൽ തന്നെ ആദ്യം മുതലേ പൗരബോധം വളർത്താൻ അവരെ ബോധവൽക്കരിക്കാനുള്ള പാഠ്യപദ്ധതികൾ കൊണ്ടുവരിക. ശുചിത്വബോധത്തിലുള്ള നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ കണക്കിലോ സയൻസിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പ്രാവീണ്യം നേടുന്ന എഞ്ചിനീയറിംഗിലോ ഡോക്ടറോ അല്ലെങ്കിൽ അധ്യാപകനോ പോലീസ് ഓഫീസറോ ഒക്കെ പിന്നീടായിത്തീരാനുള്ള കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാത്ത പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള 1-2 വേണ്ട കാര്യങ്ങൾ കൂടെ ചേർത്തൊരു പുതിയ പാഠ്യപദ്ധതി ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് എൻ്റെ എളിയ അഭിപ്രായമാണ്. ഇതിൽ ഞാനൊരു വിദഗ്ധനല്ല എന്ന് മാത്രം പറയുന്നു. അതുമാത്രമല്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ ബോധവൽക്കരിക്കാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്ന ബോധവൽക്കരണത്തിലും അതിന് കുറച്ചുകൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാട് കൂടി. ഇവിടെ പോലീസിലെ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. വളരെ കുട്ടികൾ നാട്ടുംപുറത്തുള്ള അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ സമീപന രീതി കുട്ടികളോട് മാറ്റണം. കുട്ടികളുടെ ആരെങ്കിലും രാവിലെ സ്കൂളിൽ കൃത്യമായിട്ട് വരുന്നുണ്ടോ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ, അവരെങ്ങോട്ടാണ്, ക്ലാസ്സിൽ കൃത്യമായിട്ടുള്ള ഹാജർ റെക്കോർഡുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. എന്നതൊരു വലിയ റെയ്ഡൊക്കെ ആളുകളെ ബഹളം വെച്ച് കുഴപ്പമുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് അന്വേഷിക്കുക. നമുക്കുമൊക്കെ പോലീസായാലും കാക്കയായാലും ഖദറായാലും അല്ലാത്തതായാലും ഒക്കെ നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കൊക്കെ കുട്ടികളുണ്ട്. ആ കുട്ടികൾ ആരും വഴിതെറ്റിപ്പോകരുത്. വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല, സമൂഹത്തിന് മാത്രമല്ല, രാജ്യത്തിനും ഭാവിക്കും തകരാറുണ്ടാകും എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ക്ലീൻ ക്യാമ്പസ് എന്ന് പറയുന്ന നമ്മുടെ ശുചിത്വ ബോധം നമ്മളിപ്പോൾ എല്ലാ തരത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും
എല്ലാ മന്ത്രിതലത്തിലും ഗവൺമെൻറ് തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശുചിത്വബോധം. നമ്മുടെ പരിസരങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നില്ലാത്തത് കൊണ്ടാണ് പരസ്പരം നമ്മൾ പലപ്പോഴും നമുക്ക് മാറാരോഗങ്ങളും അതുപോലെ പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാകുന്നത്. അതിൽ നിന്നൊക്കെ നമ്മളെയൊക്കെ രക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള ഈ പൗരബോധം എല്ലാവർക്കും ഉണ്ടാകണം. ഈ ഞാൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞകൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇതൊരു ഉപചാരം മാത്രമാണ്. ഗവൺമെൻറ് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാവുന്നതോ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികൾ രാവിലെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച് വൈകുന്നേരം വരുന്നത് വരെ കാത്തിരിക്കുന്ന ആ ഇടപാട് നിർത്തി കുട്ടികൾ സത്യത്തിൽ സ്കൂളിൽ പോകുന്നുണ്ടോ, അധ്യാപകൻ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, ഇവർ ക്ലാസ്സിൽ വരുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ ഒക്കെ എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ഇത് മറ്റുള്ള സ്വന്തം കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം, സ്വന്തം കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണം ഒന്നും മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ അവനവൻ്റെ കുട്ടികളെ നല്ലവണ്ണം വളർത്തിയാൽ തന്നെ ഇതിനൊരു വലിയ പരിഹാരമാകും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നത് അവിവേകമായിട്ട് കണക്കാക്കരുത്. നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നില്ലെന്നല്ല, ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണമെന്നൊന്ന് ഓർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പ്രതിജ്ഞ ചൊല്ലിത്തരാം. ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ സത്തയും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് ആവർത്തിക്കാൻ. സമൂഹത്തിലെ തിന്മകളും ദുർവാസനകളും ഇല്ലാതാക്കാനും നന്മയും സദ്ഗുണങ്ങളും പരിപോഷിപ്പിക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാനം നടപ്പിലാക്കി വരുന്ന ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയിൽ പൂർണ്ണ പങ്കാളിയായി ഞാൻ പ്രവർത്തിക്കും. പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കില്ല. സ്കൂളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും അവയുടെ നിയമവിരുദ്ധമായ ഉപയോഗം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയാകും. വിദ്യാലയ പരിസരത്തും പൊതുസ്ഥലത്തും ശുചിത്വവും ഗതാഗത സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഞാൻ പരമാവധി ശ്രമിക്കും. ഞാൻ സമൂഹത്തിൽ നിലവിലുള്ള വ്യവസ്ഥാപിതമായ നിയമങ്ങളെ സ്വമേധയാ അനുസരിക്കുമെന്നും എന്നിൽ അന്തർലീനമായ കഴിവുകളെ പരമാവധി പരിപോഷിപ്പിച്ച് സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു.